ചെമ്പകപ്പൂക്കൾ ഭാഗം 19. നീലുവിനോട് എന്തോ പറയാനായി അടുക്കള വാതിൽക്കലേക്ക് വന്ന ലക്ഷ്മി അമ്മ കണ്ടത് ഈ കാഴ്ചയാണ്. നാണത്തോടെ അവർ അവിടെ നിന്നും നീങ്ങി നിന്നു. കയ്യിലുണ്ടായിരുന്ന പൊടിമോളുടെ കണ്ണും കുത്തിപ്പിടിച്ചു. ഈ പിള്ളേരുടെ ഒരു കാര്യം. ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം തിരതല്ലുന്നുണ്ടായിരുന്നു. നീലുവിനെ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് കരുതിയതാണ് തന്റെ മകൻ. പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ അടുപ്പം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഇനി തന്റെ കണ്ണടഞ്ഞു പോയാലും തനിക്ക് സമാധാനമാണ്. കുസൃതി ചിരിയോടെ നീലുവിന്റെ കവിളിൽ പല്ലുകൾ ആഴ്ത്തിയ കിച്ചു കുറുമ്പോടെ വീണ്ടും തന്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിപ്പിച്ചു. അവൻ കടിച്ചതിന്റെ ഞെട്ടലിൽ നിന്നിരുന്ന നീലു ഇതും കൂടെ ആയതോടെ ഞെട്ടാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന പോലെ നിന്നുപോയി. അപ്പോഴും കിച്ചുവിന്റെ ചുണ്ടുകൾ അവളുടെ രണ്ട് കവിളിലും മാറി മാറി പതിയുന്നുണ്ടായിരുന്നു. കിച്ചേട്ടാ വിറയലോടെ വിളിച്ചതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഐ ലവ് യു നീലുമ്മ, പതിയെ അവളുടെ കാതിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അതോടെ അവളുടെ വിറയൽ പൂർണ്ണമായിരുന്നു. പെട്ടെന്ന് വന്ന ബോധത്തിൽ അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് അവൾ വേഗം പാത്രം കഴുകാനായി തിരിഞ്ഞു നിന്നു, അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള മടിയോടെ. അപ്പോഴാണ് കിച്ചുവിനും താൻ ചെയ്തതെന്താണെന്നും തങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്നും ബോധം വരുന്നത്. എങ്കിലും നീലുവിനെ നോക്കിയതും അവന്റെ മുഖത്ത് വീണ്ടും കള്ളച്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ വീണ്ടും അവളെ ഒന്ന് ചുറ്റിപ്പിടിച്ച് അവളുടെ കവിളിൽ ഒന്ന് മുത്തിയിട്ട് അവൻ പുറത്തേക്ക് പോയി. അവൻ പോയെന്ന് കണ്ടപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് ഞെട്ടലിലായിരുന്നു അവൾ അപ്പോഴും. പതിയെ അവളുടെ ചുണ്ടിൽ നാണത്താൽ ഒരു പുഞ്ചിരി മൊട്ടിട്ടു. പിന്നീട് അവന് മുഖം കൊടുക്കാതെ നടക്കാനായിരുന്നു അവൾ നോക്കിയത്. ലക്ഷ്മി അമ്മയും താൻ കണ്ട കാര്യം അവരോട് രണ്ടുപേരോടും പറഞ്ഞില്ല. രണ്ടുപേർക്ക് നാണക്കേട് തോന്നിയാലോ. രാത്രിയിൽ മോളെ കിടത്തി ഉറക്കിയിട്ട് അവളും വേഗം ഉറങ്ങാൻ നോക്കി. അവന് നേരിടാൻ വയ്യായിരുന്നു. ഇന്ന് പലപ്പോഴും കുസൃതിയോടെ തന്നെ നോക്കിയിരുന്നത് അവൾ കണ്ടിരുന്നതാണ്. അപ്പോഴെല്ലാം തന്റെ ദേഹം വിയർത്തു പോകുന്നത് അവൾ മനസ്സിലാക്കിയിരുന്നു. കല്യാണത്തിന് മുൻപ് കിച്ചേട്ടൻ തന്നെ സ്നേഹിക്കില്ല, കല്യാണം കഴിക്കില്ല എന്നെല്ലാം കരുതി. പിന്നെ കല്യാണം ഉറപ്പിച്ചപ്പോൾ കിച്ചേട്ടനെ തന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന ആശങ്കയായിരുന്നു ഉള്ളു മുഴുവൻ. എങ്കിലും അപ്പോഴെല്ലാം മോൾക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിതത്തിലേക്ക് വരാൻ കൊതിച്ചതും. തന്നെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് കരുതി. പക്ഷേ എപ്പോഴും ആ സ്നേഹം താൻ കൊതിക്കുന്നുണ്ടായിരുന്നു. തന്റെ മനസ്സറിഞ്ഞതുപോലെ പലപ്പോഴും തന്നെ പരിഗണിക്കുന്നത് താൻ കണ്ടിരുന്നു. പതിയെ പതിയെ അടുത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോ തന്നോടുള്ള ഇഷ്ടവും തുറന്നു പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്തിനോ ഒരു ഭയം തോന്നുന്നു. അതൊരിക്കലും ചേട്ടനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊന്നുമല്ല, വെറുതെ ഒരു പേടി. 2 ദിവസങ്ങൾ കൂടെ കിച്ചു ഇതുപോലെ തന്നെ നീലുവിനെ കളിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിയെ കുറുമ്പോടെ അവൾ അവനോട് ദേഷ്യം അഭിനയിച്ചു തുടങ്ങി. അവളുടെ ദേഷ്യം കാണാൻ അവൻ അവളോട് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ആ ശനിയാഴ്ച വൈകിട്ട് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി. പിറ്റേന്ന് കിച്ചുവിന് ലീവില്ലാത്തത് കൊണ്ട് കൂടെയായിരുന്നു അത്. നീലുവിന്റെ അച്ഛനെയും കൂട്ടിയിരുന്നു. വരുമ്പോഴേക്കും മോൾ ഉറക്കം പിടിച്ചിരുന്നു. നീലുവിന്റെ മാറിൽ ചാഞ്ഞുകിടന്ന് തിയേറ്ററിലെ ആ ബഹളത്തിന്റെ ഇടയിലും ഉറങ്ങുന്ന പൊടിമോളെ കണ്ട് അവനിൽ വാത്സല്യം നിറഞ്ഞു. വീട്ടിലേക്ക് എത്തിയപ്പോൾ 12:30 കഴിഞ്ഞിരുന്നു. മോളെ വിളിച്ചുണർത്താൻ നിന്നില്ല നീലു. വേഗം ഒന്ന് മേല് കഴുകി ഒരു ഫുൾ സ്കർട്ടും ടോപ്പും ഇട്ട് ഇറങ്ങിയതും കിച്ചു അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചിട്ട് കുളിക്കാൻ കയറിപ്പോയി. ചെക്കന് കുറുമ്പ് കൂടുന്നുണ്ട്, ചിരിയോടെ മനസ്സിൽ പറഞ്ഞിട്ട് മോളെ കെട്ടിപ്പിടിച്ച് കിടന്നു അവൾ. കണ്ണൊന്ന് അടഞ്ഞുപോയി. പിന്നെ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ ഇടത് കൈ ബെഡിലേക്ക് കുത്തിവെച്ച് അതിലേക്ക് തല വെച്ചുകൊണ്ട് തന്നെ നോക്കി ചിരിയോടെ കിടക്കുന്നു കിച്ചേട്ടൻ. ഉറങ്ങുന്നില്ലേ കിച്ചേട്ടാ? എന്തോ ഉറക്കം വരുന്നില്ല. എന്തേ? അറിയില്ല, എന്നെ നോക്കി കിടന്നിട്ടാ. വേഗം ഉറങ്ങും മനുഷ്യ. നീലുമ്മ, നമുക്കേ കുറച്ചു നേരം പുറത്തു പോയിരിക്കാം. എവിടെ? ബാൽക്കണി കഴിഞ്ഞുള്ള ഓപ്പൺ ടെറസില്. അതെന്തിനാ കിച്ചേട്ടാ? ചുമ്മാ വന്നേ. മോള് ഉറങ്ങുമല്ലേ? എണീറ്റാലോ? എണീക്കില്ലെന്നേ.
നീലുവിന്റെ കയ്യും പിടിച്ച് പതിയെ ശബ്ദമുണ്ടാക്കാതെ അവൻ പുറത്തെ ബാൽക്കണിയും കടന്ന് ടെറസിലേക്ക് ഇറങ്ങി. അവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. തുണികളൊക്കെ കഴുകിയിടാനൊക്കെ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇപ്പോ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഇടയ്ക്ക് കിച്ചു ഒരു സിംഗിൾ ഹോസ്റ്റൽ ബെഡ് അവിടെ കൊണ്ടിടും കിടക്കാൻ വേണ്ടി. രാത്രിയിൽ ചൂടൊക്കെ തോന്നുമ്പോൾ പോയി അവിടെ കിടക്കും. നീലവും കിച്ചുവും ടെറസിലേക്ക് നടക്കുമ്പോൾ ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് നീലുവിനെ തന്റെ അരികിൽ പിടിച്ചിരുത്തി അവൻ. എന്തിനാ കിച്ചേട്ടാ ഇവിടെ? വെറുതെ, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. കിച്ചേട്ടന് ഇവിടെ കിടക്കാനായിരുന്നോ? എന്തേ, അകത്ത് ചൂടുണ്ടോ? ഹേയ് ഇല്ല. പിന്നെ? അതോ, അത് ചുമ്മാ. അവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി അവൾക്ക്. സംശയത്തോടെ അവനെ നോക്കിയതും അവന്റെ മുഖത്തെ ചിരിയിൽ ഒരു കള്ളത്തരമുള്ളതുപോലെ. തന്റെ നെഞ്ചൊന്ന് വിറച്ചതവൾ അറിഞ്ഞു. അതേ, എനിക്ക് അവിടെ കിടക്കണം. കിച്ചു കണ്ണുകൊണ്ട് കാണിച്ചു പറഞ്ഞ സ്ഥലം മനസ്സിലായതും നീലുവിന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. എന്താ? എനിക്കേ ദേ അവിടെ കിടക്കണമെന്ന്. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ ഉമിനീരിറക്കിപ്പോയി. എവിടാ? മനസ്സിലായെങ്കിലും അത് തന്നെയാണോ എന്നറിയാൻ അവൾ വീണ്ടും ചോദിച്ചു. ദേ ഇവിടെ. എന്തേ, മോളെ മാത്രമേ കിടത്തുള്ളൂ? മോളുടെ അച്ഛന് കിടന്നൂടെ? മാറിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ പിടച്ചു. അവളിലെ ആ പിടപ്പ് ആസ്വദിച്ചുകൊണ്ട് അവൾ എന്തെങ്കിലും പറയും മുൻപേ അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു അവൻ. അവളുടെ ശ്വാസമൊന്ന് ഉയർന്നു താഴ്ന്നു. മാറിൽ കവിൾ ചേർത്ത് വെച്ച് ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ അവൻ കിടന്നു. കിച്ചേട്ടാ. എന്തോ. അവിടെ നിന്ന് മുഖം മാറ്റാതെ തന്നെ അവൻ മൂളി. എണീക്കോ? എന്തേ, എന്നെ ഇഷ്ടല്ലേ പെണ്ണേ? അതല്ല, എന്നാലും എണീക്കോ പ്ലീസ്. ഇല്ല, നല്ല സുഖം ഇവിടെ ഇങ്ങനെ കിടക്കാൻ. അത് പറഞ്ഞുകൊണ്ട് അവൻ മുഖമൊന്ന് ഉരസിയവിടെ. ഷോക്ക് അടിച്ചതുപോലെ അവൾ വിറച്ചുപോയി. കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കി കിച്ചു. നിലാവിന്റെ വെളിച്ചത്തിൽ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നത് കാണാം. നീലുമ്മ. പതിയെ വിളിച്ചിട്ട് അവളെ നോക്കിക്കൊണ്ട് തന്നെ അവിടെ ഒന്ന് മുത്തി അവൻ. കിച്ചേട്ടാ. അവളുടെ സ്വരം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നത് കേട്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ മുഖമുയർത്തി നോക്കിയവൻ. നീലു ഒരുപാട് കൊതിയോടെ നോക്കി നിന്നിട്ടുള്ള ആ നുണക്കുഴി വിരിയിച്ചുള്ള അവന്റെ ചിരി. ഇപ്രാവശ്യം അത് പക്ഷേ അവളുടെ മുഖം ചുവപ്പിച്ചു കളഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവന്റെ ചൂണ്ടുവിരൽ അവളുടെ കവിളിലൂടെ തഴുകി ചുണ്ടിലെത്തിയതും ചൂണ്ടുവിരലിനൊപ്പം തള്ളവിരലും കൂടെ ചേർന്ന് ചുണ്ടിനെ ഒന്ന് ഞെരിച്ചു വിട്ടു. അവളൊന്ന് കുറുകിപ്പോയി. കുസൃതി നിറഞ്ഞ ചിരിയോടെ വീണ്ടും അവൻ അവളുടെ മാറിലേക്ക് തലചായ്ച്ചു. ഒപ്പം കൈവിരലുകൾ ടോപ്പിന്റെ ഇടയിലൂടെ വയറിലേക്ക് അരിച്ചു കയറി. കിച്ചേട്ടാ. വിറയലോടെ വിളിക്കുമ്പോഴും അവളുടെ ദേഹത്തെ ഓരോ രോമങ്ങൾ പോലും എഴുന്നേറ്റു നിന്നു. ദേഹം മൊത്തം കുളിരുന്ന പോലെ. അപ്പോഴും കണ്ണു തുറന്നില്ല. നാഭിച്ചുഴിയിൽ അവന്റെ വിരൽ തടഞ്ഞു നിന്നതും അവളൊന്ന് വെട്ടിവിറച്ചു. അവളുടെ വയറിന്റെ മൃദുലത തൊട്ടറിഞ്ഞ അവനും വിറച്ചുപോയിരുന്നു. അവളിൽ നിന്നും കുറുകുന്നതുപോലൊരു ശബ്ദം പുറത്തു വന്നതും അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി. കണ്ണുകൾ അടച്ചു പിടിച്ച് കിടക്കുന്നവളെ കാണെ കുസൃതിക്കൊപ്പം ആ പെണ്ണിനോട് ഒരുപാട് ഇഷ്ടവും തോന്നിയവന്. നീലു. ആർദ്രമായി മൊഴിയുന്നത് കേക്കെ കണ്ണൊന്നു തുറന്നു അവൾ. അവന്റെ കണ്ണിൽ കുസൃതി നിറഞ്ഞു നിൽക്കുന്നു. എന്തിനാ വിളിച്ചേ? അതിനു മറുപടി പറയാതെ കള്ളച്ചിരിയോടെ അവളുടെ മാറിലേക്ക് മുഖം വീണ്ടും താഴ്ത്തി മുന്തിരിമുട്ടിലേക്ക് ചുണ്ടുകൾ അമർത്തിയവൻ. നീലുവിന്റെ കണ്ണു മിഴിഞ്ഞു. ദേഹം അടിമുടി വിറച്ചു. കാലിന്റെ വിരലുകൾ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുപോയി.
കിച്ചേട്ടാ. അറിയാതെ അവന്റെ തലയിൽ കൈയമർത്തി. അവന്റെ ചുണ്ടും പല്ലുകളും വീണ്ടും അവിടെ കുസൃതി കാണിക്കാൻ തുടങ്ങി. വിരലുകൾ നാഭിച്ചുഴിയെ തഴുകാൻ തുടങ്ങി. അവളുടെ വിരലുകൾ അവന്റെ മുടിയെ കോർത്തു വലിച്ചുകൊണ്ടിരുന്നു. അവന്റെ ചുണ്ടുകൾ മുറുകുമ്പോൾ അതിന്റെ പ്രതിഫലനം അവളുടെ വിരലുകളിലൂടെ അവൻ അറിഞ്ഞു. ഇരുവരും വിയർക്കുന്നുണ്ടായിരുന്നു. കിച്ചേട്ടാ മതി പ്ലീസ്. കുസൃതി കാണിച്ചുകൊണ്ടിരുന്ന അവന്റെ അധരങ്ങൾ മേലേക്ക് ഒഴുകി വന്ന് അവളുടെ കഴുത്തിൽ അമർന്നു. അപ്പോഴെല്ലാം അവന്റെ തലയിൽ അമർത്തിക്കൊണ്ടിരുന്നു അവൾ. വീണ്ടും തന്റെ കവിളുകളെ തഴുകി വരുന്ന അധരങ്ങളുടെ തണുപ്പ്, അവന്റെ നിശ്വാസത്തിന്റെ ചൂട്. കിച്ചേട്ടാ. കണ്ണു തുറന്നുകൊണ്ട് അവൾ വിളിച്ചു. കണ്ണുകൾ തമ്മിൽ കോർത്തു. നീലു. അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ആർദ്രമായി വിളിച്ചു. കണ്ണുകളിലും ശബ്ദത്തിലും അത്രയും പ്രണയം നിറച്ചുകൊണ്ട്. നാണത്താൽ അവൾ മുഖം താഴ്ത്തിയതും അവന്റെ നിശ്വാസം തന്റെ ചുണ്ടിലേക്ക് അടിക്കുന്നതറിഞ്ഞു അവൾ. പതിയെ തന്റെ ചുടികളിൽ തന്റെ കിച്ചേട്ടന്റെ ചുണ്ടിന്റെ മൃദുത്വം അവൾ അറിഞ്ഞു. അകം ചുണ്ടിന്റെ ചൂടറിഞ്ഞു. ഉമിനീരിന്റെ നനവറിഞ്ഞു. ഹൃദയത്തിൽ നിന്നും ആരോ പറയുന്നു, ഇവൻ നിന്റേതാണെന്ന്, നിന്റേത് മാത്രമാണെന്ന്. അവന്റെ മുടിയിൽ കോർത്തു വലിച്ചിരുന്ന അവളുടെ വിരലുകൾ താഴെ കിഴഞ്ഞ് അവന്റെ പുറത്തായി അമർന്നു. അപ്പോഴും അവന്റെ ചുണ്ടുകൾ അവളിലെ മാധുര്യം തേടിക്കൊണ്ടിരുന്നു. ശ്വാസം കിട്ടില്ലെന്ന് തോന്നും പോലെ അവന്റെ നെഞ്ചിൽ കൈവച്ച് പതിയെ തള്ളി അവൾ. മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്ന് മുഖം മാറ്റി അവൻ അവളെ ഒന്ന് നോക്കി. അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു അവൾ. അവന്റെ നോട്ടം അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്കും വിയർപ്പ് തുള്ളികൾ മഞ്ഞുകണങ്ങൾ പോലെ മൊട്ടിട്ടു നിൽക്കുന്ന മൂക്കിൻ തുമ്പിലേക്കും എപ്പോഴും നേരിയ റോസ് നിറം തങ്ങി നിൽക്കുന്ന കവിളിലേക്കും അവസാനം തന്റെ ചുണ്ടാൽ ചുവന്ന അവളുടെ അധരങ്ങളിലേക്കും പാളി വീണു. നീലു. അവന്റെ വിളി കേട്ട് കണ്ണുകൾ തുറക്കാതിരിക്കാനായില്ല അവൾക്ക്. കിച്ചേട്ടാ. ഞാൻ സ്വന്തമാക്കട്ടെ എന്റെ നീലുമ്മയെ. മൂക്കിലേക്ക് മൂക്കുരുമിക്കൊണ്ട് അവൻ ചോദിച്ചതിന്റെ പൊരുൾ മനസ്സിലായതും അവളുടെ ഉടലൊന്നു വിറച്ചു. കിച്ചേട്ടാ. ആ വിറയൽ അവളുടെ സ്വരത്തിലും പ്രതിഫലിച്ചു. എന്തേ, ഇഷ്ടല്ലേ? ഇഷ്ടയില്ലെങ്കില് വേണ്ട. ഇഷ്ടവാ, അവൾ ചാടിക്കേറി പറഞ്ഞു. ഊറി വന്ന ചിരിയോടെ അവൻ നോക്കിയതും അവൾ സ്വന്തം കണ്ണുകൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. നാണം വന്നോ എന്റെ കള്ളിയങ്കാട്ട് നീലിക്ക്? അത് കേട്ടതും കൈകൾ മാറ്റി അവനെ തറപ്പിച്ചു നോക്കിയവൾ. ആ, ഇപ്പൊ കറക്റ്റ്. ആ വലിയ കണ്ണും ചുവന്ന ചുണ്ടും കവിളും അഴിഞ്ഞു കിടക്കുന്ന മുടിയും ശരിക്കും കള്ളിയങ്കാട്ട് നീലിയായിട്ടുണ്ട്. ഓ, അതിന് കിച്ചേട്ടൻ കള്ളിയങ്കാട്ട് നീലി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ദേ കണ്ടോണ്ടിരിക്കല്ലേ. പോ അവിടുന്ന്. അവന്റെ നെഞ്ചിൽ രണ്ട് കൈകൊണ്ടും തല്ലി അവൾ ചിണുങ്ങാൻ തുടങ്ങി. ദേ പെണ്ണെ, ഉച്ചയിടല്ലേ, ആരെങ്കിലും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ നിന്ന് എണീറ്റ് വരും. പിന്നെ ഈ പാതിരയ്ക്ക് അവർക്ക് അതല്ലേ പണി. മനുഷ്യ, നിങ്ങൾക്ക് ഉറക്കമില്ലെന്ന് വെച്ചിട്ട്. എന്തേ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാ പോയി കിടന്നോ. ഫസ്റ്റ് നൈറ്റ് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എനിക്ക് ഉറക്കം വരുന്നൊന്നുമില്ല. കിച്ചേട്ടന് നാളെ ഓഫീസിൽ പോകേണ്ടതാ. ഓ, ആ MD കാരണ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ട ഒരു ഞായറാഴ്ച ആയിരുന്നു. നാളെ പോണോ കിച്ചേട്ടാ? പോവാതെ പറ്റില്ലടാ. അവളുടെ മുഖം വാടി. ഒരു ദിവസം മുഴുവൻ കിച്ചേട്ടനെ കിട്ടുന്നത് ഞായറാഴ്ചകളിലായിരുന്നു. നീലുമ്മ, നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നിമാറി. ചിരിയോടെ പറഞ്ഞ കിച്ചുവിനെ കണ്ട് അവളുടെ മുഖത്ത് വീണ്ടും നാണം വിരിഞ്ഞു. കിച്ചേ പറഞ്ഞു മുഴുവനാക്ക് മുന്നേ അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ തന്റെ ശരീരത്തിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. കൈകൾ അവളിൽ അലയാൻ തുടങ്ങിയതും അവളുടെ ശ്വാസം വിലങ്ങി. അത് മനസ്സിലായതും അവളിൽ നിന്ന് മുഖം മാറ്റി കഴുത്തിലമർന്നു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അപ്പോഴും വിരലുകൾ മുടിയിഴകളിൽ കോർത്തു. ആരെങ്കിലും കാണോ ചേട്ടാ?
ആരും വരില്ല പെണ്ണേ. അവളുടെ താടിത്തുമ്പിലേക്ക് ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. നോട്ടങ്ങൾ തമ്മിൽ ഇടഞ്ഞതും മുഖം പൊത്തിക്കൊണ്ട് അവൾ ചരിഞ്ഞു കിടന്നു. അവന്റെ മുഖം അവളുടെ പുറംകഴുത്തിലായി അമർന്നു. സമയം മുന്നോട്ട് പോകുന്തോറും നീലുവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരുന്നു കിച്ചു. പതിയെ പതിയെ അവളെ ചുംബനങ്ങളാൽ മൂടി. നീലു നാണം കൊണ്ട് പൂത്തുലഞ്ഞു. അതിനു മുൻപിലായി അവനോടുള്ള അടങ്ങാത്ത പ്രണയം. അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. തന്റെ സ്വന്തമാണെന്ന അവകാശത്തിൽ, അധികാരത്തിൽ. നീലു, പതിയെ വിളിച്ചുകൊണ്ടവൻ അനുവാദം ചോദിച്ചു. ഒരു പുഞ്ചിരി അവൾ തിരികെ നൽകി. അവൻ നൽകിയ നോവിൽ ദേഹം വേദനിക്കുമ്പോഴും മനസ്സിൽ അവനോടുള്ള പ്രണയം കത്തിജ്വലിച്ചു. കിച്ചേട്ട എന്ന് വിറയാർന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചുകൊണ്ടിരുന്നു. വിയർപ്പിൽ കുതിർന്ന ഇരുദേഹങ്ങൾ ഒന്നായി മാറിക്കൊണ്ടേയിരുന്നു. ആകാശത്ത് മിന്നിത്തെളിഞ്ഞിരുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും നാണിച്ച് മുഖം താഴ്ത്തി. അതിലൊന്ന് ആദിയായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു. സങ്കടത്തിന്റെയും നഷ്ടത്തിന്റെയും വേദനയുടെയും വിരഹത്തിന്റെയും. ദൈവത്തോട് പരിഭവം പറഞ്ഞു അവൾ അപ്പോൾ, കലഹിച്ച് തന്റെ കിച്ചേട്ടനിൽ നിന്നും തന്നെ അകറ്റിയതിന്. ഇനിയുള്ള ഒരു ജന്മമെങ്കിലും കിച്ചേട്ടനെ സ്നേഹിക്കാൻ തനിക്ക് നൽകണേയെന്ന് ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു അവൾ. അപ്പോഴും കിച്ചുവിന്റെ സന്തോഷത്തിൽ അവളും സന്തോഷിച്ചിരുന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ?